പയ്യനൊരു സന്തോഷം ഷെയർ ചെയ്യാൻ വന്നതാണേ. ഒത്തിരി നാളായി ഒരു സിനിമ കണ്ടിട്ട്. ഈ കേരളത്തിലൊരു സിസ്റ്റം അനുസരിച്ച് നമുക്കൊരു ബാങ്ക് ലോണോ കുറച്ച് ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സിംഗിൾ മദേഴ്സ് ആണെങ്കിൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല, സന്തോഷങ്ങളൊന്നും പാടില്ല. സോ ഐ വാസ് ഇൻ ദാറ്റ്. അതിനകത്തായിരുന്നു കുറച്ച് നാൾ. സോ ഐ തിങ്ക് പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഒരു ടിക്കറ്റ് ഓഫർ ചെയ്തിട്ട്, ഇത് നീലിയുടെ കഥയായിട്ട് മാത്രം ഐ ലവ് നീലി വെരി മച്ച്. ബിക്കോസ് നീലിമാരുണ്ടാകുന്നത് ദുരിതങ്ങളിൽ നിന്നാണ് അല്ലേ. അപ്പോൾ കത്തനാറ് നീലിയെ തളച്ചു എന്ന കഥ പണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമം വരുമായിരുന്നു. കത്തനാർ എപ്പോഴും നീലിയുടെ ഫ്രണ്ട് ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നീലി ദുരിതത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ കത്തനാർ എന്തിനാ നീലിയെ ശത്രുവായി കണ്ടേ? കത്തനാർക്ക് നീലിയോടൊരു ഇഷ്ടം, ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. കത്തനാർക്ക് നീലി ഒരു ഫ്രണ്ടായിട്ട് കണ്ടില്ലേ, കാണാൻ പാടില്ലയോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കത്തനാർ തിളയ്ക്കുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയില് കത്തനാർക്ക് നീലിയോടൊരു റെസ്പെക്റ്റും, കത്തനാർ പല തിന്മകളും കാണുമ്പോഴൊക്കെ ഒരു നീലി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ലൈക്ക് കല്യാണി ചെയ്തത് ഒരു സൂപ്പർ വുമൺ ആവാൻ പറ്റിയെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ ചിലരെ സഹായിക്കാൻ പോകും. ഇപ്പം ഒരു പാഷനാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചിലർ ഇങ്ങനെ പറയും, ഓ ഇവൾക്ക് എന്താ, ഇവൾക്ക് തന്നെ ഉണ്ടല്ലോ ദുരിതങ്ങൾ. ഏടാ, ഈ ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ ഇപ്പോൾ അപ്പനും അമ്മയും ഉണ്ടാക്കി തന്ന ഒരു വലിയ സൗന്ദര്യത്തിൽ ഒരു കാറിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആരുടെയും ദുരിതം മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കാറും വീടും ഒന്നും കൊടുക്കാത്തത്. നമ്മൾ സ്ട്രഗിൾ ചെയ്തതൊക്കെ നേടണം. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തന്നെ. ഞാൻ രണ്ടുപേരുടെ വളർച്ച വളരെയധികം ഉള്ളിൽ കണ്ട് സന്തോഷിച്ച ഫിലിം ഇൻഡസ്ട്രിയിൽ. ഒന്ന് ഈ കല്യാണി, രണ്ട് ഫഹദ് ഫാസിൽ. അവർ രണ്ടുപേരും ആദ്യമൊക്കെ നമുക്കൊരു പ്രതീക്ഷയും തരാത്ത ആൾക്കാരായിരുന്നു. പക്ഷെ പിന്നെ അവർ റൈസ് ചെയ്തു വരുന്നത് നമ്മൾ കണ്ടു. ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. ഈ കല്യാണി, ഷീ വാസ് ലൈക്ക് എ സൂപ്പർ വുമൺ. ഒരു സ്ത്രീക്ക് ആ ഫൈറ്റ് റോളിലെല്ലാം അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് പലർക്കും പല സമയങ്ങളിലും ഈ നമ്മൾ ചിലരെ സഹായിച്ചിട്ട് കുടുക്കുകളിൽ പെട്ടുപോകാറുണ്ട്. അതായത് ഇവർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ നമ്മൾ പോയി സഹായിക്കും. എന്നിട്ട് ഇവർക്ക് കോമൺ സെൻസ് വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട് അവസാനം ഇവർ നമ്മൾ ആത്മഹത്യയിലേക്ക് എത്തിക്കും. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, സൂപ്പർ വുമൺ ആയിരുന്നെങ്കിൽ ഇവന്റെ അല്ലെങ്കിൽ ഇവരുടെ ചെള്ള അടിച്ചു പൊട്ടിക്കായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു സൂപ്പർ വുമൺ അല്ല. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇതിനകത്ത് ഭയങ്കര സന്തോഷം തോന്നി. ഇതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ആൺകുട്ടികൾക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്കൊരിക്കലും മനസ്സിലാവാത്ത ഒരു ഒരു സംഭവമായിരുന്നു അത്. കുറച്ച് ദിവസങ്ങളായിട്ട് അതിനകത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഫ്യൂ ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഉള്ളത് ഗോൾഡൻ ഫ്രണ്ട്സുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒന്നാണ് ഈ ആൺകുട്ടികളുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അവരെന്തു ചെയ്യും ഒരാൾക്ക് വേണ്ടി? എന്തായിരിക്കും ഇതിന്റെ പുറകിൽ എന്താന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഇവർക്ക് എങ്ങനെ പറ്റുന്നു ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി? എൻ്റെ വീട്ടിലുള്ള കുട്ടി എപ്പോഴും അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്നോട് ഫൈറ്റ് ചെയ്യാറുണ്ട്. അമ്മ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഹീസ് മൈ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരനാണ്, അവന് ഞാൻ എന്തും ചെയ്യണം, അവനെ അങ്ങനെ പറയരുത് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വാസ് ഇൻ എ ഡയലമ. ഇതെന്താ ഇവർ ഇത്രയും എൻജോയ് ചെയ്യുന്നത്? ഇവരുടെ ഗ്യാതറിങ്സ് ഇതൊക്കെ ഞാനിങ്ങനെ ജലസായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇവരുടെ സന്തോഷം അതെനിക്ക് ഒരുവിധം നന്നായിട്ട് മനസ്സിലാക്കാൻ ഈ സിനിമ വഴി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് രണ്ട് സാധനങ്ങൾ, ഇറ്റ്സ് പ്രമോട്ട് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. അതിന് ഞാൻ എഗെയിൻസ്റ്റ് ആണ്. കാരണം എൻ്റെ ജീവിതയാത്രയിൽ പല നല്ല മനുഷ്യരെയും കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി മെയിൽ പേഴ്സൺസ്. നല്ല മനസാക്ഷിയുള്ള എന്തു സഹായവും മനുഷ്യർക്ക് ചെയ്യുന്ന ചില മനുഷ്യർ ഈ ആൽക്കഹോൾ അഡിക്ഷൻ വഴി മൃഗങ്ങളായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഒരു മാനുഷിക വികാരങ്ങളും ഇല്ലാതെ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ എം അഗെയിൻസ്റ്റ് ആൽക്കഹോൾ ആൻഡ് ഗഞ്ച ആൻഡ് ഓൾ. സോ അത് എനിക്കൊരു ചെറിയ ഇതായി തോന്നി. പിന്നെ ഒത്തിരി കോമഡി. നസ്രീൻ, ഇറ്റ് വാസ് ഓസം. കല്യാണി, ഇറ്റ് വാസ് ഓസം. ഒരു സ്ത്രീയെ റെപ്രസെന്റ് ചെയ്ത ഒരു സൂപ്പർമാൻ എന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും പോയി ആ സിനിമ കാണും. എനിക്കത് ഒരിക്കൽ കൂടെ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ കാണുന്നത്. ഭയങ്കര ഇഫക്റ്റ് ആയിരുന്നു. അങ്ങനെ ചിരിയുണ്ട് അതില്, ചിന്തിക്കാനുണ്ട് അതില്. നീലിമാരെങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം, ഞാൻ എപ്പോഴും കത്തനാർ നീലിയെ തളച്ചു.
ഭയങ്കര വിഷമം. നീലി അപകടം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നീലി ഉപദ്രവിക്കുന്നത് ദുഷ്ടാത്മാക്കളെ മാത്രമായിരുന്നെന്നോ ഞാൻ കേട്ടിട്ടുള്ളത്. നീലിയും കത്തനാരും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട് അവിടെ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കത്തനാർ നീലിയോട് സംസാരിക്കുന്നത്, കത്തനാരുടെ സ്നേഹം, നീലിയുടെ ഫ്രണ്ട്സ്, നീലിക്ക് അവർക്കും ഉണ്ടല്ലോ സ്നേഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഇഫക്ട്സ്, ആ സിനിമയുടെ ടെക്നോളജി അത് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന വിധം, എന്തോരം ബുദ്ധി അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ. അങ്ങനെ ഒരു ഇഫക്ട്സ് ഇതൊക്കെ ബാംഗ്ലൂർ സിറ്റിയിലും ഇൻഡോറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സീൻസ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അതിശയം തോന്നുന്നു. അത്രയും ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരെ. ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ എനിക്ക് ആ ഫിലിം ഭയങ്കരമായിട്ട്, അതിൻ്റെ ടെക്നോളജി അത് യൂസ് ചെയ്തിരിക്കുന്ന വിധം ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ കുട്ടി നമ്മുടെ മുമ്പിൽ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട. ഒരു സമയത്ത് വളരെ ചബ്ബിയായിട്ടൊക്കെ ഇരുന്ന കന്തിയാണ് ഇപ്പം 30s 20s പോലെ അഭിനയിക്കുന്നു. അത് പാരൻറ്റിങ്ങിൻ്റെ കൂടെയാണ്. ഏറ്റവും നല്ല എന്നുവെച്ചാൽ അവർ രണ്ടുപേരും നല്ല ടാലൻറ്റഡ് ആണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആ സിനിമ എല്ലാവരും പോയൊന്ന് കാണണം കേട്ടോ. അതൊത്തിരിയും ലൈക്ക് എനിക്ക് ഏറ്റവും വലിയ അതിനകത്തൊരു രംഗം, ബ്ലഡ് പാക്കറ്റ്സ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് നമ്മൾ ഫ്രൂട്ടി കുടിക്കും പോലെ ഈ നീലിക്ക് ബ്ലഡ്, ഓ നെഗറ്റീവ് ബ്ലഡ് കൊണ്ടു കൊടുക്കും. ആ പാക്കറ്റ്സ് സ്റ്റോർ ചെയ്യുക കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരു നീലി ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദൈവങ്ങളുടെ പോലും സ്വർണം നഷ്ടപ്പെടുന്നു. അപ്പോൾ മനുഷ്യരുടെ ജീവന് എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടോ? നീലിമാരുണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും നല്ലൊരു മൂവി കേട്ടോ. നമ്മുടെ പിള്ളേരാണല്ലോ ഹോളിവുഡ് സിനിമ കണ്ടതുപോലെ ഫീൽ ചെയ്യുന്നത്. ഒരു ഹോളിവുഡ് സിനിമ നമ്മുടെ പിള്ളേരാണല്ലോ അത് ഉണ്ടാക്കിയതെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം. നീലിമാരെ വരട്ടെ. ഓക്കെ, ബൈ. എല്ലാവരും ആ സിനിമ കാണണേ.